ഹലോ ഫ്രണ്ട്സ്, ഞാൻ സായിച്ചിരുന്നു. അപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചാൽ പോകുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ശരിയായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ വഴിയാണ് കാണിച്ചിരുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുവിധ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളുടെയും മോഡുകൾ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മോഡ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണിച്ചു പോകുന്നത്. വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിൽ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡുകൾ എങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനാണ് കാണിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കുറേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം ആഡ് ചെയ്ത വണ്ണസിൻ്റെ ഒരു മോഡാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആനിഴം ഹോളിഡേയ്സിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ കൊമ്പൻ, അതേപോലെ തന്നെ വേറെ കുറേ ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ സെഡോൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് എന്നാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഓപ്പൺ ആയത്. അപ്പോൾ ഒരു നടുവിൽ ഒരു ആരോ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബസ്സുകൾ വരും. അപ്പോൾ ഇതെല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഒന്ന് ആഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത് ഫുള്ളായിട്ടൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ജയ്ഗുരു അല്ലെങ്കിൽ കൊമ്പൻ അങ്ങനെ ഏതെങ്കിലും അതെടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ കൊമ്പൻ്റെ Z1 അതെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം 2-3 സംഭവങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ മോഡ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. മോഡ് എടുക്കുക. ജസ്റ്റ് മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ മെയിനായിട്ടുള്ള മീഡിയ ഫയറിൻ്റെ വെബ്സൈറ്റിൽ വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിവറിയും ഡൗൺലോഡ് ചെയ്തിടണം. അപ്പോൾ ലിവറികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പല ബസ്സിൻ്റെയാണ്. അപ്പോൾ ഏത് ബസ്സിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു എണ്ണം എടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ആ ലിവറിയുടെ ഫോട്ടോ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബസ്. ഇത് നമ്മുടെ കൊമ്പൻ്റെ ബോംബെ ആണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ മുകളിൽ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയൽ ഓപ്പൺ ആവും. അപ്പോൾ ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്കിത് കൊണ്ട് പേസ്റ്റ് ചെയ്യണം നമ്മുടെ ഇതിൽ. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ് devilai.bus.id മോഡ് എന്നാണ്. അപ്പോൾ ഓരോ മോഡിന് ഓരോ പേരുകളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ ഫയൽസിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനുശേഷം ആ ഒരു ഫയൽ എടുക്കുക, മൂവ് എടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഐ ഡി എടുക്കുക, മോഡ് എടുക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ മോഡ് പേസ്റ്റ് ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സംഭവം, അതായത് ഇതിൽ ലിവറിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഒരു ബസ്സാണ് നമ്മുടെ ആനിഴം ഹോളിഡേയ്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലിവറി മാറ്റിയാൽ നമുക്ക് നമ്മുടെ ബസ് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആനിഴം ഹോളിഡേയ്സിൻ്റെ ലിവറിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കൊമ്പൻ്റെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ബ്രൗസ് ലിവറി എടുക്കുക, അതിനുശേഷം ഡിവൈസ് ഗാലറി എടുക്കുക, അതിനുശേഷം നമ്മുടെ കൊമ്പൻ്റെ ലിവറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മുടെ കൊമ്പൻ്റെ ലിവറി നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കൊമ്പൻ്റെ ബോംബെ ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ബസ്സുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.